മുൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ MLA സ്ഥാനം രാജിവെച്ചു അത്രേ. രാജിയും മറ്റുമൊക്കെ സ്വീകരിക്കാനും നടപടിയെടുക്കാനും നിയമപ്രകാരം സ്പീക്കർ ഓഫീസും തുറന്നിട്ടിരിക്കുമ്പോൾ ഗണേശൻ രാജിക്കത്ത് നൽകിയത് പിള്ളേച്ചൻ്റെ കയ്യിലാണ്. പിള്ളേച്ചനെ ജോലിയും കൂലിയുമില്ലാത്തയാളെന്ന് ഇനിയെങ്കിലും ശത്രുക്കൾ പറയില്ലെന്ന് പ്രതീക്ഷിക്കാം. രാജി സ്വീകരിക്കൽ എന്താ, ഒരു തൊഴിലല്ലേ? മന്ത്രിസ്ഥാനം നേടിയെടുക്കാൻ ഗണേശനും പിള്ളേച്ചനും ചേർന്ന് ആടിയ നാടകമാണ് ഇനി. ഒരു മകൻ അച്ഛനയച്ച രാജിക്കത്ത്. After that again, this is why anybody want to suffer for 16 years? പെരുന്തച്ഛൻ കോംപ്ലക്സുകളും ആദർശ വായ്പകളും നിറഞ്ഞ കാലം. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മന്ത്രിപ്പണി പോയ ഗണേശൻ ആ ഫ്ലാഷ് ബാക്കിലേക്ക്. No, anytime they can leave me. That is not right. I am not such a man. I am very friendly with everyone. That is my weakness. Everybody knows. ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഏത് മണ്ടനും അവൻ്റേതായ ഒരു ദിവസമുണ്ട്. അതിലിപ്പോൾ 1/4 ദിവസം ഞങ്ങളുടെ ഇതിലിപ്പോൾ കിട്ടി, ഇനി 3/4 ദിവസം കിടക്കും. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ പിതാവിനെ പോൽ എന്നെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട്. ഈ ഭരണം നല്ലൊരു ഭരണം, UDFൻ്റെ ഭരണം നടക്കണം ഈ രാജ്യത്ത്. ഏതായാലും ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനാണല്ലോ. എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ അച്ഛൻ അങ്ങേരാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ബയോളജിക്കലായിട്ട് അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, അതാകാൻ ഇടയില്ല. കാരണം എൻ്റെ ഭാര്യയെ എനിക്ക് നല്ല വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടെ ഒരു അന്വേഷണം നടത്തി ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തണ്ടേ? ഉത്തരവാദിത്തമുള്ള ആളുകൾ പറയുന്നതല്ലേ. ഭീഷണിപ്പെടുത്തുന്നു. ഇത് ഭീഷണിയല്ല, രോദനം. ഒരച്ഛന്റെ രോദനം. കണ്ണനാരാരോ ഉണ്ണിക്കൺമണിയാരാരോ. പഴയ നിലയിൽ ഇനിയും പാർട്ടിയോട് പൊരുതാനാണ് ശ്രമമെങ്കിലും പുള്ളിയുടെ ചില പേഴ്സണൽ സ്റ്റാഫേ ഉള്ളല്ലോ കൂടെ, പേഴ്സണൽ സ്റ്റാഫ് പറയുന്ന പോലെ പുതിയ നിലപാടുകൾ സ്വീകരിച്ച് സ്വയം MLA സ്ഥാനം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് കരുതുള്ളൂ. അല്ലെങ്കിൽ ഈ 5 കൊല്ലവും ഈ കാലാവധി മുഴുവൻ MLA ആയി തുടരുന്നതിൽ പാർട്ടിക്ക് യാതൊരു വിരോധമില്ല. അയാളെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല. കണ്ണനാരാരോ ഉണ്ണിക്കൺമണിയാരാരോ. കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരാരോ. ഒരു തോളിൽ നീ എന്ന പുണ്യം താനെ തല ചായ്ക്കും സൗഭാഗ്യം തേടുന്നെൻ മൗനം. എല്ലാം വിട ചൊല്ലി അകലുന്നൊരേകാകി ഗമനം. 5 രൂപ മെമ്പറാണ്, അത് പുറത്താക്കാത്തിടത്തോളം കാലം 5 രൂപ മെമ്പറാണ്. ജോലിയും കൂലിയുമില്ലാതെ നടക്കുമ്പോൾ മന്ത്രിസ്ഥാനം തിരിച്ചുപിടിക്കാൻ ഒരാഗ്രഹം. അങ്ങനെയാണ് പുതിയ നാടകത്തിന് വിത്തുപാകിയത്. കുറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ പേരിൽ തൂങ്ങിയാടുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് MLA സ്ഥാനം തന്നെ രാജിവെക്കുന്ന ആ നാടകത്തിന്. രാജാവേ, കാത്തുകൊല്ലണേ കനകാംബര രാജാവേ. അമ്മേനെ ഞാൻ ഇവിടുത്തെ ഒരു പാവം പ്രജയാണ്, കൈവിടരുതേ കനകാംബര രാജാവേ. എന്തിനാണ് നിന്നെ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അമ്മച്ചിയാണ് ഗ്യാപ്പ് കളിച്ച് ഞാൻ ഒരു പരിവായി രാജാവളിയാ. എന്നെ ഇവിടുത്തെ ഒരു മന്ത്രിയാക്കണം. മന്ത്രിയാ? വാ നിന്നെ. അദ്ദേഹത്തിന്റെ രാജി കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ചോദിക്കും. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും. എന്ന് ഇയാളെ പിടിച്ചു അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? എന്റെ രാജിക്കത്ത് രാജിവെച്ചോ? ഗണേഷ് കുമാറിനെ പേരിൽ കേസൊന്നും ഇല്ലാതായതിനു ശേഷം UDF ഗണേഷ് കുമാറിനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെന്ന് തീരുമാനിച്ച് ഉമ്മൻചാണ്ടിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അറിയില്ല, ഇപ്പോഴാണ് വിവരങ്ങൾ കിട്ടിയത്. വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് വിവരങ്ങൾ അറിഞ്ഞത്. 10-ാം തീയതി UDF ചേരുന്നുണ്ട്. UDFിനകത്ത് ഞങ്ങൾ ആലോചിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് അഭിപ്രായം പറയുന്നത്. ഗണേഷ് നല്ലവനാണ്, നല്ലയാളാണ്, നല്ല മന്ത്രിയായിരുന്നു, ഒരു കുഴപ്പമില്ല. MLA രാജി സാറിന് കൊടുക്കുന്ന സ്പീക്കർക്കാണല്ലോ. ഇത് അദ്ദേഹത്തിന്റെ സന്നദ്ധത അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സന്നദ്ധതയും രാജിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സോണിയാഗാന്ധി വന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോകുന്ന സമയത്ത് ശ്രീ R ബാലകൃഷ്ണപിള്ള എന്നോട് ഈ കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്നുള്ള കാര്യം സംസാരിച്ചിരുന്നു. മന്ത്രിയാക്കാതെ ഈ കോവാലിനെ പറഞ്ഞു വിടാനാണ് നിങ്ങളെ പരിപാടിയെങ്കിൽ അമ്മച്ചിയാണ് നിങ്ങളെ രായപ്പെട്ട ഞാൻ തെറിപ്പി. ഗണേശ ശരണം ശരണം ഗണേശ. ഗണേശ ശരണം ശരണം ഗണേശ. വിഘ്ന വിനായക ശരണം ഗണേശ. ശക്തി പ്രദായക ശരണം ഗണേശ.
ഗണേശ ശരണം ശരണം ഗണേശ. ഇനിയിപ്പോ എല്ലാം കണ്ടറിയണം. ക്ലൈമാക്സ് ഉമ്മൻചാണ്ടി അഭിനയിച്ചു തീർത്തോളും. നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് ഇനി. ആദ്യം മികച്ച നടനെ തെരഞ്ഞെടുക്കൽ. കോടിയേരി ബാലകൃഷ്ണനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ കയ്യിലേൽപ്പിച്ചിട്ടുള്ള കത്ത് ഒരു രാഷ്ട്രീയ നാടകമാണ്. ഗണേഷ് കുമാർ കേരളത്തിലെ നല്ല നടന്മാരിൽ ഒരാളാണ്. അദ്ദേഹം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് രാഷ്ട്രീയത്തിലും ഒരു ഏറ്റവും നല്ല നടനാണെന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗണേശന്റെ നിതാന്ത ശത്രുവാണെങ്കിലും PC ജോർജിന് നാടകം വലിയ ഇഷ്ടമാണ്. നാടകത്തെ മൊത്തത്തിൽ വിലയിരുത്താൻ ചീഫ് വിപ്പ് തന്നെ വരുന്നു. MLA രാജിക്കത്ത് MLA കൊണ്ട് കൊടുക്കണം സ്പീക്കർക്ക്. നേരിട്ട് സ്പീക്കർ കൊടുക്കണം, അല്ലാതെ ചുമ്മാ ഏജന്റ് വഴി കൊടുത്തുവിടാണ്. മന്ത്രി രാജിവെക്കാനാണ് ഗവർണർ കൊടുത്തുവിട്ടാൽ മതി. MLA നേരിട്ട് കൊണ്ട് കൊടുക്കണം സ്പീക്കറുടെ കയ്യിൽ, അല്ലെ വിലയില്ല. അതുകൊണ്ട് അങ്ങനെ വല്ലതും ചെയ്യുന്ന വിവരം അറിയിക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. എന്റെ പൊന്നുമനെ കള്ളപ്രചരണമാണെന്ന്. അങ്ങനെ രാജിവെച്ചിട്ടില്ല. അങ്ങേരുടെ സ്വന്തം അച്ഛൻ R ബാലകൃഷ്ണപിള്ള അങ്ങനെ കേരള കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത നേക്കമുള്ള ഒരാളാണ്. ആ നല്ല മനുഷ്യൻ ഞാൻ വിളിച്ച് സംസാരിച്ച്, മനസ്സിലായോ? 1.5 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ് രാജിവെച്ചിട്ടില്ല, രാജിക്കത്ത് തന്നിട്ടില്ല. ആരോ മനഃപൂർവ്വം ഇറക്കുന്ന ഒരു കളിയല്ലേ ഇത്. ഈ രാജി പ്രഖ്യാപന പ്രചരണത്തിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത എന്താണെന്ന് കണ്ടെത്താനുള്ള ബാധ്യത പത്രക്കാരുണ്ട്. തപ്പി നോക്ക്. ഇമാതിരി നാടകങ്ങൾ ആടും മുമ്പ് ജനത്തിന്റെ ക്ഷമ അളക്കാനുള്ള അളവുകോലുകൾ കോൺഗ്രസുകാർ സൂക്ഷിക്കുന്നത് നന്നാകും. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് താരാട്ടുപാട്ട്. വീണിട്ടുടനെ താണു, താണിട്ടുടനെ പൊങ്ങി, താണും പൊങ്ങിയും അങ്ങനെ അനവധി കേളികളാടി മാമൻ. ചുങ്കത് ജ്വല്ലറി ഡെമോക്രസി